ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഈ ചാനലിൽ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. ഇതും ഒരു സെയിൽ വീഡിയോ തന്നെയാണ്. പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ ഗാർഡനിൽ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഇലച്ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓഫറിൽ മേടിക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കുറച്ച് പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഞാനിതിനകത്ത് സെയിലിന് ഇടുന്നത്. 25 രൂപ മുതലാണ് പ്ലാന്റിൻ്റെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്ന വീഡിയോകളൊക്കെയാണ്, ചെടികളൊക്കെയാണ് കേട്ടോ. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് പെറ്റൂണിയാണ് കേട്ടോ. ഇവിടെ പൂ പിടിച്ച് നിൽക്കുന്നതാണ്. നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്ന പെറ്റൂണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെയിൽ വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ് കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. സെയിലിനായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഓളെന്ന ഓപ്ഷൻ വരും. അതും എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഉടനെ തന്നെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് കാണാം. ഇതൊരു അടിപൊളി ഒരു ഫേണാണ് കേട്ടോ. നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഒരു ഫേണാണ്. 40 രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഈ സെയിം പ്ലാന്റ് തന്നെ, ഇതിൽ കാണിക്കുന്ന സെയിം പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. കാരണം ഈ പ്ലാന്റ് വീഡിയോയിലൊന്ന് കാണിച്ചിട്ട് പ്ലാന്റ് അയച്ചു തരുന്നത് വേറെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ കാണുന്ന അതേ പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. ഇത് 40 രൂപയാണ് കേട്ടോ. ഇത് പെന്നിവേർട്ട് എന്ന് പറയും. അപ്പോൾ ഇത് വെള്ളത്തിലും നമുക്ക് വളർത്താവുന്നതാണ്, മണ്ണിലും വളർത്താം. ഞാനിതിപ്പോൾ മണ്ണിലാണ് വളർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ചിലടത്ത് ഇത് തോരനൊക്കെ വെച്ചിട്ട് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മളിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ലീഫ് പ്ലാന്റാണ് കേട്ടോ. അത് വാട്ടർ പ്ലാന്റാണ്. പിന്നെ കാണിക്കുന്നത് ബിഗോണിയാണ് കേട്ടോ. ബിഗോണിയ നല്ല ഭംഗിയിൽ വളർന്നൊരു ബിഗോണിയാണ് കേട്ടോ. ഇത് നല്ല മെച്യൂർഡായി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മെറൂൺ കളറിലും കൂടെ ആയി വരുന്നതാണ്. ഇതിപ്പോൾ തൈയാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. നല്ല അത്യാവശ്യം റേറ്റുള്ള ഒരു ബിഗോണിയ തന്നെയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ കാണിക്കുന്നത് ഗാർഡലേറിയ എന്ന് പറയും. പ്ലാന്റിൻ്റെ പേര് അതാണ് കേട്ടോ. ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും. തറയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പ്രെഡായിട്ട് നല്ല രീതിയിൽ ഇതേപോലെ പൂക്കളുണ്ടാവും. ഞാൻ സൈഡിൽ കാണിച്ചിട്ടുണ്ട്, പൂക്കളുടെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് 80 രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് മിനിയേച്ചർ മുസാണ്ടയാണ്. നല്ല രീതിയിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവുന്ന അടിപൊളി പൂക്കളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇത് 30 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. പൂവ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ പൂവ് ഉണ്ടാവുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ബുഷിയായിട്ട് നമുക്ക് ചട്ടിയിൽ വെച്ച് വളർത്താവുന്നതാണ്. പിന്നെ ഈ കാണിക്കുന്നത് റെഡ് എക്സോറയാണ് കേട്ടോ. എക്സോറ, തെച്ചി അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനുണ്ട്. ഈ ഒരു സൈസിലെ പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇത് 30 രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. പെട്ടെന്ന് നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റാണ്. ഒത്തിരി വെയിൽ കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പം പിന്നെ കാണിക്കുന്നത് ഡെയ്സി പ്ലാന്റാണ് കേട്ടോ. ഡെയ്സി അറിയാലോ നിങ്ങൾക്ക്. ഇഷ്ടം പോലെ നല്ല രീതിയിൽ ഒത്തിരിയും തൈകളായി നല്ല ബുഷിയായിട്ട് തന്നെ വരുന്ന ഒരു പ്ലാന്റാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ സിംഗിൾ പെറ്റലാണുള്ളത്. വയലറ്റും ഉണ്ട്, വെള്ളയും ഉണ്ട് കേട്ടോ. 40 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പൂക്കളുണ്ട്. അതുപോലെ തന്നെ പുതിയ തൈകളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് വെള്ളയാണ് കേട്ടോ. വെള്ള പൂക്കളായിട്ടില്ല. ഇതേപോലെ നല്ല ബുഷിയായിട്ട് ഒത്തിരിയും തൈകളുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തുനിന്ന് ഒത്തിരിയും തൈകൾ മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് ശ്രീലങ്കൻ മുല്ലയാണ് കേട്ടോ. ശ്രീലങ്കൻ മുല്ല നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക, മൊട്ടുകളൊക്കെ നിറയെ മൊട്ടുകളൊക്കെ ആയി നിൽക്കുന്നതാണ്. പൂവായിട്ടില്ല, മൊട്ടുകളാണ് അതിനകത്ത് നിൽക്കുന്നത്. പൂ വിരിയുന്നതാണ്. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം ശ്രീലങ്കൻ മുല്ല എന്ന് പറയുമ്പോൾ. നല്ല രീതിയിൽ നമുക്ക് ചട്ടിയിൽ ബുഷിയായിട്ട് വളർത്താം. അതുപോലെ തന്നെ നല്ലൊരു പൂമരമായിട്ട് വളർത്താവുന്നതാണ്. 80 രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഈ കാണിക്കുന്നത് ചെമ്പരത്തിയാണ്. ലിപ്സ്റ്റിക് ചെമ്പരത്തി എന്നാണ് ഇതിൻ്റെ പേര്. നല്ല രീതിയിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും. ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം നല്ല രീതിയിൽ പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. എല്ലാം
നാടനാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പൂക്കളുണ്ടാവില്ല, അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും. നമ്മുടെ കയ്യിൽ 60 രൂപയുടെ പ്ലാന്റ് ഉണ്ട്, 40 രൂപയുടെ പ്ലാന്റും ഉണ്ട്. പിന്നെ ഈ കാണിക്കുന്നത് വയലറ്റ് എക്സോറ ആണ് കേട്ടോ. ഇഷ്ടംപോലെ പൂക്കളുണ്ടാവുന്നതാണ്. ഇതിന് ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ നിറഞ്ഞു പൂക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ പൂക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വളർത്താൻ പറ്റിയ ചെടികളാണ് നമ്മളിതിനകത്ത് സെയിലിന് കാണിക്കുന്നത്. പിന്നെ ഈ കാണിക്കുന്നത് പീകോക്ക് ഫ്ലവർ എന്ന് പറയും കേട്ടോ. ഇത് 50 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇതേപോലെ നല്ല പൂക്കളാണ് കേട്ടോ, നല്ല ഭംഗിയാണ് അതിൻ്റെ കളർ കാണാനായിട്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 50 രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് വരുന്നത്. പിന്നെ ബ്ലൂ ഡേയ്സ് അറിയാമല്ലോ, ബ്ലൂ ഡേയ്സ് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവുന്നതാണ്. ഈ കാണിക്കുന്ന പ്ലാന്റുകൾ ഞാൻ ഇതിനകത്തിപ്പോൾ സെയിലിനായിട്ട് ഇട്ടേക്കുന്ന പ്ലാന്റുകളൊന്നും ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് കേട്ടോ. നല്ല രീതിയിൽ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവുന്ന പ്ലാന്റുകളാണ്. നമ്മൾ ആദ്യം പോട്ടി മിക്സിൽ എന്താ പറയുക, മണ്ണും ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ മതിയാവും. പിന്നെ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ കുറച്ച് പൂ പിടിക്കാനായിട്ട് കുറച്ച് DAP ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഈ കാണിക്കുന്നത് ബിഗോണിയാണ്, നാടൻ ബിഗോണിയാണ്. വൈറ്റും ഉണ്ട്, റെഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ടും, അതേപോലെ തന്നെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ 50 രൂപയാണ്. ഈ 2 കളറാണ് ഇപ്പോൾ നമ്മൾ സെയിലിനുള്ളത്. പിന്നെ ഈ കാണിക്കുന്നത് മിൽക്കി ബാമ്പുവിൻ്റെ വെറൈറ്റിയിൽ പെട്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് 25 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് ബോഗൺവില്ലയാണ് കേട്ടോ. ബോഗൺവില്ല, റോക്കറ്റ് ബോഗൺവില്ല എന്ന് പറയും. അപ്പോൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതേപോലെ ഇങ്ങനെ നിൽക്കും. നമ്മൾ ബുഷിയായിട്ട് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ഇങ്ങനെ കട്ടയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ്. പ്ലാന്റ് സൈസ് ഞാൻ ആദ്യം കാണിച്ചല്ലോ, 50 രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഈ കാണിക്കുന്ന ഈ ഒരു തെറ്റിയാണ്. ഇത് ഈ പൂക്കളോടുകൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത്. ഇത് 100 രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ട്, അതുപോലെ തന്നെ മൊട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ 100 രൂപയാണ് ഈ ഒരു തെറ്റിക്ക് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗി, നല്ല കളറാണ് കേട്ടോ, അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഞങ്ങൾക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ടാൽ മതി. പിന്നെ ഈ കാണിക്കുന്ന വെള്ളച്ചെമ്പരത്തിയാണ് കേട്ടോ, നാടൻ വെള്ളച്ചെമ്പരത്തിയാണ്. സൈഡിൽ ഞാൻ അതിൻ്റെ പൂവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 30 രൂപയാണ് ആ ഒരു ചെമ്പരത്തിയുടെ റേറ്റ് വരുന്നത്. പിന്നെ ഈ കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവുന്നതാണ്. വള്ളിച്ചെടിയായിട്ടും കുറ്റിച്ചെടിയായിട്ടും ഒക്കെ നമുക്ക് വളർത്താവുന്നതാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഞാനിവിടെ വേറൊരു ചട്ടിയിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ചെറിയ രീതിയിൽ ചെറുതായിട്ട് തന്നെ പൂ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറ്റിച്ചെടിയായിട്ടും വളർത്താവുന്നതാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഏത് പ്ലാന്റാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരാം. എല്ലാത്തിൻ്റെയും പ്ലാന്റിൻ്റെ റേറ്റും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഫേണും ഉണ്ട് കേട്ടോ. ഇത് രണ്ടും 2 ടൈപ്പ് ഫേണാണ്. അപ്പോൾ സെയിം റേറ്റ് തന്നെയാണ്, 40 രൂപ തന്നെയാണ് ഈ ഒരു ഫേണിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഞാൻ ആദ്യം കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ടൈപ്പ് ഫേണുണ്ട് സെയിലിനായിട്ട്. പിന്നെ ബിഗോണിയ ഉണ്ട്, അങ്ങനെ കുറേ പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. സെയിം പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ.